കർത്താവ്, ഞങ്ങളുടെ ഉത്കണ്ഠകൾ ഇന്ന് ഓരോരോ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ ഇടപെടുകയും ഞങ്ങൾ പങ്കുകാരാകുകയും ചെയ്യുന്ന ഓരോ സംഭവങ്ങൾ, ഓരോ വിഷയങ്ങൾ, ഓരോ വ്യക്തികൾ, എല്ലാ വിഷയവും പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. അമ്മേ, പരിശുദ്ധ ദേവമാതാവേ, കൃപാസനത്തിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഉടമ്പടിയുടെ ആരാധനകളും പ്രാർത്ഥന കൂടുന്ന ഓരോ മക്കളുടെയും ആധ്യാത്മികവും ഭൗതികവുമായ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നിൽക്കുന്ന തടസ്സങ്ങളെ, നിങ്ങളുടെ ഉദ്യമങ്ങൾ കൊണ്ടാകുന്ന തടസ്സങ്ങളെ, നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് ഘടകവിരുദ്ധമായി സംഭവിക്കുന്ന തടസ്സങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. കർത്താവ്, ഓരോരോ തീയതികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതും അങ്ങയുടെ മക്കൾക്ക് അത്യന്താപേക്ഷിതവും ദൈവിക ഇടപെടലുകൾ സുനിശ്ചിതമായില്ലെങ്കിൽ നിലനിൽക്കാൻ പറ്റാത്തതുമായിട്ടുള്ള എല്ലാ വിഷയത്തിനു പേരും കർത്താവിൻ്റെ കാരുണ്യം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ പ്രാർത്ഥിക്കുന്നു, മക്കളില്ലാത്തവരെ പ്രാർത്ഥിക്കുന്നു, ഗർഭിണികളായ അമ്മമാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് മൂലം കഷ്ടപ്പെടുകയും വേദനിക്കുകയും അവരുടെ ഓട്ടിസവും ഹൈപ്പർ ആക്ടിവിറ്റിയും അതുപോലെ തന്നെ അവരുടെ ഫിക്സ് രോഗങ്ങൾ, അങ്ങനെ വ്യത്യസ്തങ്ങളായ രോഗങ്ങളാൽ രോഗികൾ മാത്രമല്ല കുടുംബം മുഴുവൻ വിഷമിപ്പിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും അങ്ങയുടെ തിരുസന്നിധിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് യാത്ര ചെയ്യുന്നവരെ, യാത്രയുടെ ലക്ഷ്യങ്ങൾ, യാത്രയുടെ മാർഗങ്ങൾ, കടന്നു പോകുന്ന വഴികൾ, ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, വായിക്കുന്ന രേഖകൾ, ഒപ്പിടുന്ന പ്രമാണങ്ങൾ എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ്, ഒരു ഭവനവും ഒരു തിന്മയും നിങ്ങളുടെ ഭവനത്തെ സ്പർശിക്കലും നിശ്ചിത വാഗ്ദാനത്തിൻ്റെ പ്രകാരം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വഴികളിൽ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ ഇടപെടുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്കെതിരെ തിന്മ നിരൂപിക്കുകയും കൂടെ നിൽക്കുന്നവർ പോലും ഒത്തിരിയേറെ വിശ്വസിക്കാൻ പറ്റുന്നവർ പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പണിത്തരങ്ങൾ കാണിക്കുകയും ചെയ്യുമ്പോൾ അതിന് ബന്ധിച്ചുകൊണ്ട് ഈശോയുടെ നാമത്തെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിങ്ങൾ ആവശ്യിക്കട്ടെ.